എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് ചെടികളാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പോത്തോസിൻ്റെ മണി പ്ലാന്റിൻ്റെ വീഡിയോ കാണിച്ചില്ലേ, എൻജോയ് പോത്തോസ്. അപ്പോൾ ഇത് വേറൊരു കളക്ഷനാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. നിയോൺ പോത്തോസ്, ഒരു ലൈറ്റ് തത്തമ്മ പച്ച മഞ്ഞ അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി കാണാനായിട്ട്. ഇതിപ്പോൾ ഞാനൊരു സ്റ്റിക്കുമ്പോൾ വെച്ച് ഇങ്ങനെ കയറ്റി വെച്ചേക്കണതാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ എൻജോയ് പോത്തോസിൻ്റെ വീഡിയോയിൽ അതെങ്ങനെയാണ് കെയർ ചെയ്യണ്ടേ, നടണ്ടേ, അതിൻ്റെ ഫെർട്ടിലൈസർ വളം എങ്ങനെ കൊടുക്കണ്ടേ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും വലിയ വ്യത്യാസമൊന്നുമില്ല, ആ സെയിം രീതി തന്നെയാണ്. പിന്നെ എൻജോയ് പോത്തോസിൻ്റെ അത്ര അങ്ങോട്ട് സൺലൈറ്റിൻ്റെ ആവശ്യം ഇതിന് വേണ്ടി വരില്ല കേട്ടോ. പക്ഷെ സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് നല്ല ലെമൺ യെല്ലോ കളറാവും കേട്ടോ. നാരങ്ങയല്ലേ, ചെറുനാരങ്ങ പഴുത്താലുള്ള ഒരു മഞ്ഞ കളറ്, ആ സെയിം കളറാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അപ്പോൾ സൺലൈറ്റ് അത്യാവശ്യത്തിനുള്ളതും മണി പ്ലാന്റിന് നല്ലതാണ്. അപ്പം എന്നാലാണ് അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ലൊരു കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സിറ്റ് ഔട്ടിലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ടും ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഈ ലെമൺ കളറുള്ള ഈ പോത്തോസ്. അതും ഈ കയറിലാണ് കേട്ടോ അത് വെച്ച് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തന്നെ അതും വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പോത്തോസ് ആദ്യം ഉണ്ടായിരുന്നു, അത് പഴയ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുതിയ വീട്ടിലേക്കുള്ള താമസവും മാറ്റങ്ങളും അങ്ങനെയൊക്കെ ആയതോടുകൂടി കുറേയൊക്കെ അതിൻ്റെ ഭംഗിയും പോയി. നോക്കാഞ്ഞിട്ടാണ് കേട്ടോ, സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ രണ്ടാമതും വെച്ച് പിടിപ്പിച്ചതാണ് ഈ കാണുന്ന ഈ മണി പ്ലാന്റ്. ഇപ്പോൾ ഓരോന്നായിട്ട് ശരിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ അടുത്ത് ഒരു ഗ്രീൻ കളറ് പോത്തോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ എൻജോയ് പോത്തോസില്ലേ, എൻജോയ് പോത്തോസിൻ്റെ കൂടെ വൈറ്റുമ ഗ്രീൻ ഷെയ്ഡുള്ള പോത്തോസിൻ്റെ കൂടെ ഈ കണ്ടതാണ്, ഗ്രീൻ കളറിൽ ഉണ്ടായതാണത്, അതിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ വന്നത്. അപ്പോൾ അത് മുറിച്ച് നട്ടതാണ് ഈ കാണുന്ന ഗ്രീൻ കളറ് പോത്തോസ്. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ, വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പോത്തോസിനും ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ കാരണം ആവർത്തിക്കണില്ല, അത്യാവശ്യം സൺലൈറ്റും പിന്നെ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളം നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ വിരിയാൻ കാത്തു നിൽക്കണ പൂമൊട്ടുകളും ചെടികളൊക്കെയാണ്. അടുത്തതായിട്ട് ഇത് സ്പൈഡർ പ്ലാന്റുമേയും ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ തൈ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ പ്ലാന്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പലക വെച്ച് കൊടുത്തേക്കാണ്, പലക കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ് അത് മേലേക്ക് പടർത്താൻ വേണ്ടി. പിന്നെ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ചെടിയാണ്. എല്ലാ സ്ഥലത്തും പൂവും മൊട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഒറ്റ ശിഖരത്തിലും ഇങ്ങനെ പൂവോ മുട്ടോ ഇല്ലാതെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ മുകളിലേക്ക് പടർത്തി വിടാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.